നിങ്ങൾ ചിക്കൻ ഫ്രൈ കഴിച്ചിട്ടുണ്ടല്ലേ? അതുപോലെ ചിക്കൻ കബാബും കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ചിക്കൻ ഫ്രൈഡ് കബാബ് കഴിച്ചിട്ടുണ്ടോ? നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? വാപ്പാ, ഞാനൊക്കെ മംഗലാപുരത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഫ്രൈഡേ സ്പെഷ്യൽ ഐറ്റമാണ് ഈ ചിക്കൻ ഫ്രൈഡ് കബാബും അതുപോലെ തന്നെ ഈ നെയ്ച്ചോറും. എന്നാ ടേസ്റ്റ് ആണെന്നറിയാമോ? ഇപ്പോൾ ഒരു 10-12 വർഷമായി ഞാനവിടെ പഠിച്ചിട്ട് ഇപ്പോൾ ഒരു കഴിക്കാൻ കൊതി തോന്നി. അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. വാ, എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? നമുക്കേ ഈ വെട്ടി ഞുറുക്കി ചിക്കനിലോട്ട് കുറച്ച് മസാലയൊക്കെ ഇട്ട് സെറ്റാക്കാം. ആദ്യം വേണ്ടത് നമ്മുടെ മുളക് പൊടിയാണ്. ഞങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ച്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ചില്ലി പൗഡർ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇടേണ്ടത് പെപ്പറാണ്. അതുപോലെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടണം, ഗരം മസാല ഇടാം. പിന്നെ നമുക്ക് ഇടേണ്ടത് ഈ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ഇടാം. ഞങ്ങൾ ഇവിടെ ഇട്ടേക്കുന്നത് ചിക്കൻ ടിക്ക മസാല എന്ന് പറഞ്ഞ മസാല ഇട്ടേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് നമ്മുടെ പുളിക്ക് വേണ്ടി നാരങ്ങ നീര് വേണേൽ പിഴിഞ്ഞ് ഒഴിക്കാം, അല്ലെങ്കിൽ നല്ല തൈരുണ്ടെങ്കിൽ അതും ഇടാം. പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഓക്കെ, ഇത്ര ഐറ്റമാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാവേ. നമ്മളിപ്പോൾ ആദ്യം ചിക്കൻ വെട്ടുമ്പോഴേ കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പിട്ട് കഴിക്കാലും നല്ലതാണ് കേട്ടോ. അതിൻ്റെ ഉളുമ്പമണമൊക്കെ പോയി കിട്ടും. അപ്പം ഞങ്ങൾ അങ്ങനെ വാഷ് ചെയ്യാറുണ്ടേ, അത് ടിപ്പായിട്ട് കൈവച്ചു. അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊരു ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കുവാണെങ്കിൽ ആ ചിക്കനിലോട്ടൊക്കെ മസാല പിടിക്കും. അപ്പം ആ ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് വേണ്ടി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ വെക്കാം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ടൈം വെക്കുവാണെങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം അങ്ങനെ നമുക്ക് ചെയ്തിട്ട് വരാം. അപ്പം നിങ്ങൾ വിചാരിക്കേ എന്താ മെഷർമെന്റ് ഒന്നും പറയാത്തതെന്ന്. ഈ മെഷർമെന്റിലൊന്നും കാര്യമില്ല. കാര്യം നമ്മുടെ കൈയളവിനും കിട്ടാൽ മതി. അതുപോലെ തന്നെ ഈ ചിക്കൻ മാരിനേഷൻ ചെയ്യുമ്പോഴേ നമ്മുടെ മസാല രീതിയിൽ ഏത് ഫ്ലേവർ വേണേലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ചിക്കൻ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കോൺഫ്ലോർ ഇടണം. അതുപോലെ തന്നെ നമ്മുടെ അരിപ്പൊടി ഉണ്ടെങ്കിൽ അതൊരു 1/2 ടേബിൾ സ്പൂൺ ഇടണം. കോൺഫ്ലോർ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഇട്ടാൽ അത് മതിയായിരിക്കും. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നമ്മൾ നോക്കണം, ഇത് ഒരു അത്യാവശ്യം ഒരു കവറിങ്, ഒരു കോട്ടിങ് ഈ ചിക്കൻ്റെ പുറത്ത് വരുന്നുണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ കോൺഫ്ലോറും അതുപോലെ തന്നെ നമ്മുടെ അരിപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോഴേ നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് അതിൽ എണ്ണ ഒഴിക്കുക. എണ്ണ കുറച്ച് കൂടുതൽ വേണം. കാര്യം ഈ ചിക്കൻ പീസ് അതിനകത്ത് മുങ്ങിക്കിടക്കണം കേട്ടോ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തെ വീട്ടിൽ ചിക്കൻ കറി വെക്കാൻ ചിക്കൻ വറുക്കും. അപ്പം ഞങ്ങൾ 3 പിള്ളേരുടെ പാത്രം വിളിച്ച് അതിൻ്റെ ചോട്ടിൽ പൊന്നിക്കും. അവസാനം വറുത്ത് കഴിഞ്ഞ് ഞങ്ങൾ എടുത്താൽ കഴിക്കും. പിന്നെ കറി വെക്കാൻ ചിക്കൻ ഉണ്ടാകത്തില്ല. അതൊക്കെ ഒരു നല്ല മെമ്മറീസ് അല്ലേ? എൻ്റെ പിള്ളേരെ നിങ്ങളെല്ലാം കൊടുത്തെടുത്ത് നിന്നാൽ ഞാൻ എന്നാ എടുത്ത് കറി വെക്കും എന്ന് പറഞ്ഞുകൊണ്ട് മമ്മി തരുന്ന 1-2 പീസിൻ്റെ ടേസ്റ്റ് അത് നമ്മൾ KFCയോ മന്തിയോ ഷവായോ കഴിച്ചാൽ കിട്ടുമോ പിള്ളേരെ? ആ കാലത്തൊക്കെ ചിക്കനും ബീഫും വാങ്ങുന്നത് ഞായറാഴ്ചയാണ്. പപ്പ 1-ാം കുർബാന കഴിഞ്ഞ് പോയി അത് വാങ്ങിച്ചുകൊണ്ട് വരും. ഞങ്ങൾ 2-ാം കുർബാനയും കഴിഞ്ഞ് സൺഡേ സ്കൂളും കഴിഞ്ഞ് വരുമ്പം 1-1:30 നടന്ന് മടുത്ത് വരുന്ന വീടിനടുത്തെത്തുമ്പോഴത്തേക്ക് ചിക്കൻ കറിയുടെയും ബീഫ് കറിയുടെയും നല്ല മണം ഉണ്ടാവേ. പിന്നെ ഡ്രസ്സ് പോലും മാറാണ്ട് മമ്മി അടിക്കുക വന്ന് ചോറും കറിയൊക്കെ വാങ്ങിച്ച് കഴിക്കും. എന്നാ ഒരു ടേസ്റ്റ് ആണെന്ന്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? ഞാൻ കുറച്ച് തന്തവൈ ആകുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ടേ. ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം. എന്തുമാത്രം പഴയ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചതല്ലേ. ഈ ചിക്കൻ ഫ്രൈഡ് കബാബും എൻ്റെ കോളേജ് ജീവിതത്തിൽ നിന്ന് ഞാൻ ചിന്തിച്ചെടുത്താണല്ലോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മംഗലാപുരത്ത് പഠിച്ച ആൾക്കാരൊക്കെ ഇത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നെയ്ച്ചോറും സലാഡും ഇതും കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഈ വിശുദ്ധവാരമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ അടുത്ത ഈസ്റ്ററിന് ഇതൊന്ന് ചെയ്ത് നോക്ക്. സാധാരണ നമ്മൾ ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും.